الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ നിയമനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് തഖ്വയുള്ള ഒരു ജീവിതം നയിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമുക്ക് നൽകി അനുഗ്രഹിച്ച ഹിദായത്തിൽ ഇസ്തിഖാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യന് ഈ ലോകത്ത് നേടാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയ അറിവ് എന്താണെന്ന് വെച്ചാൽ അത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവാണ്. എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് അറിയുക? നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് അറിയേണ്ട പ്രഥമമായ സ്രോതസ് അത് അള്ളാഹുവിന്റെ കലാമാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സ്വന്തത്തെ പരിചയപ്പെടുത്തുന്നത് വിശിഷ്ടമായ ഒരുപാട് നാമങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് ഉന്നതമായ ഒരുപാട് നാമങ്ങളുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, മൻ അഹ്സാഹ ഫഖദ് ദഖലൽ ജന്ന. ആരെങ്കിലും അള്ളാഹുവിന്റെ ആ നാമങ്ങൾ ആഴത്തിൽ പഠിക്കുകയും ബോധ്യപ്പെടുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്താൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് ഉറപ്പിച്ചു പറയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അള്ളാഹുവിന്റെ ഏത് നാമങ്ങളും നമ്മുടെ ജീവിതവുമായി കണക്ട് ചെയ്യുന്നതിൽ വിജയിക്കാൻ ഒരു മനുഷ്യന് കഴിഞ്ഞാൽ ഫഖദ് ദഖലൽ ജന്ന, ഒരു സംശയവുമില്ല. റസൂല് പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വർഗത്തിൽ അവന് പ്രവേശിക്കാൻ കഴിയുന്നതാണ്. അള്ളാഹുവിന് 99ഓളം നാമങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നാമങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പരിചയപ്പെടണം. അതിൽ ഇന്ന് അള്ളാഹുവിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നാമമാണ് അൽ ഖബീർ. സുബ്ഹാന, അൽ ഖബീർ അള്ളാഹുവിന്റെ ഒരു നാമമാണ്. അൽ ഖബീർ എന്ന് പറഞ്ഞാൽ എല്ലാ രഹസ്യങ്ങളും അറിയുന്നവനായ അള്ളാഹു. അൽ ഖബീർ, സൂക്ഷ്മജ്ഞാനമുള്ള അള്ളാഹു. വിശുദ്ധ ഖുർആനിൽ 40 സ്ഥലങ്ങളിൽ അൽ ഖബീർ എന്ന അള്ളാഹുവിന്റെ നാമത്തെ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. വഹുവൽ ഖാഹിറു ഫൗക ഇബാദിഹി, അള്ളാഹു പറയാണ് അവന്റെ അടിമകൾക്ക് മുകളിൽ അധികാരമുള്ളവനാണ് അള്ളാഹു. വഹുവൽ ഹകീമുൽ ഖബീർ, ആ അള്ളാഹു ഹക്കീമാണ്, അവൻ ഖബീറുമാണ്, എല്ലാം അറിയുന്നവനാണ്. സൂറത്തുൽ അൻആമിൽ അള്ളാഹു പറയാണ് ലാ തുദ്രികുഹുൽ അബ്സാറു, ആ അള്ളാഹുവിനെ മനുഷ്യന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഈ ലോകത്ത് അവന് കാണാൻ കഴിയില്ല, പ്രാപ്യമായ ഒന്നല്ല. പക്ഷേ വഹുവ യുദ്രികുൽ അബ്സാർ, അവൻ അവന്റെ സൃഷ്ടികളുടെ എല്ലാവരുടെയും കാഴ്ചയെ, കണ്ണിനെ അവൻ അടിമപ്പെടുത്തുകയാണ്, അധീനപ്പെടുത്തുകയാണ്. നമ്മുടെ കാഴ്ചകൾ കൊണ്ട് എവിടെയൊക്കെയാണോ നമ്മൾ ഇങ്ങനെ അലഞ്ഞു തിരിയുന്നത് അതൊക്കെ അറിയുന്നവനാണ് അള്ളാഹു. വഹുവൽ ലത്തീഫുൽ ഖബീർ, ഖുർആൻ പറയാണ് അവൻ ലത്തീഫാണ്, ഖബീറാണ്, എല്ലാം അറിയുന്നവനാണ്. അൽ ഖിബ്ര, അറബിയിൽ ഖിബ്ര എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസിനാണ് പറയാം. നമ്മൾ ജോലി അന്വേഷിക്കുമ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് കൂടുതൽ സാധ്യതയുണ്ട്. കാരണം അവന്റെ തിയറിറ്റിക്കലായ അറിവിനേക്കാൾ അവന് മികവേറ്റുന്നത് അവന്റെ അനുഭവപരിചയമാണ്. മനുഷ്യൻ അറിവ് വർദ്ധിപ്പിക്കുന്നത് അനുഭവത്തിലൂടെയാണ്. അൽ ഇൽമു തജ്രിബി, ഇന്ന് എക്സ്പെരിമെന്റൽ സയൻസ് ഉണ്ട്. നമ്മൾ പുതിയ പുതിയ വാഹനങ്ങൾ അത് മാനുഫാക്ചർ ചെയ്യുന്ന ആളുകൾ അതിനൊരു ഡെമോ ആക്സിഡന്റിന് വിധേയമാക്കും. ഡ്രൈവർലെസ് കാർ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ആ ഒരു പ്രൊഡക്റ്റിനുള്ള ഡിഫക്റ്റുകൾ അവർ പരിശോധിക്കുകയാണ്. അതിനെന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്തിട്ട് അവർ പുതിയതായിട്ട് ഇറക്കുകയാണ്.
ഇന്നത്തെ കാറുകളെ കുറിച്ച് നമുക്കറിയാം, കമ്പ്യൂട്ടറൈസ്ഡ് ടയറുകളാണ്. അതൊരു വാഹനം അപകടം തുടങ്ങുന്നതിന് മുമ്പേ അത് ബ്രേക്ക് ചെയ്യാൻ, ഓടിക്കുന്ന ആളുകളെ പരിശോധിച്ച് അവൻ ക്ഷീണിതനാണെങ്കിൽ അവന് റെസ്റ്റ് ചെയ്യാനുള്ള സിഗ്നൽ കൊടുക്കുക. ഇതൊക്കെ ആളുകൾ അവരുടെ എക്സ്പീരിയൻസ് വഴി ഉണ്ടാക്കുകയാണ്. പക്ഷേ അള്ളാഹുവിന്റെ അറിവ് അങ്ങനെയല്ല. അത് അനുഭവത്തിലൂടെ വർദ്ധിക്കുന്ന അറിവല്ല. അള്ളാഹുവിന് വരുന്നതും വരാനിരിക്കുന്നതുമെല്ലാം മുൻകൂട്ടി അറിയുന്നവനാണ് അൽ ഖബീറായ അള്ളാഹു. അതുകൊണ്ടാണ് നമ്മൾ മനുഷ്യനെ നമ്മൾ കാണുമ്പോൾ, അള്ളാഹുവിന്റെ സൃഷ്ടിയെ നമ്മൾ കാണുമ്പോൾ അതിനൊരു മാറ്റവുമില്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ എങ്ങനെയാണോ അള്ളാഹു പടച്ചത്, അതേ രൂപത്തിൽ, അതേ ഭാവത്തിൽ, അതേ സ്ട്രക്ചറിൽ ഇന്ന് നമ്മൾ മനുഷ്യനെ കാണുകയാണ്. അവനൊരു അപ്ഡേറ്റിന്റെ ആവശ്യമില്ല. ഒരു മനുഷ്യ കുഞ്ഞ് ഭൂമിയിലേക്ക് പിറന്നിറങ്ങുമ്പോൾ അവൻ കരയുന്നു, അവന്റെ ഹാർട്ട്, അത് സംവിധാനം ഓണാവുകയാണ്. അവിടുന്ന് അങ്ങോട്ട് അവൻ എങ്ങനെയാണ് പാല് കുടിക്കേണ്ടത് എന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടല്ല, ഫുള്ളി അപ്ഡേറ്റഡ് ആയിട്ട് അള്ളാഹു ഇറക്കുകയാണ്. അതുകൊണ്ടാണ് ഒരിക്കലും മനുഷ്യൻ പരിണാമത്തിലൂടെ കറങ്ങിത്തിരിഞ്ഞു വരില്ല എന്ന് നമ്മൾ പറയുന്നത്. ചാൾസ് ഡാർവിൻ അദ്ദേഹം അതിന് തെളിവായി ഒരൊറ്റ പിക്ചറാണ് കൊടുക്കുന്നത്, പരിണാമത്തിന്റെ വൃക്ഷം. ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നുണ്ട്, ഒരു കാരണവശാലും ശാസ്ത്രം കൊണ്ട് നമുക്കത് വിശദീകരിക്കാൻ കഴിയില്ല. കാരണം ശാസ്ത്രം എന്ന് പറയുന്നത് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു വിജ്ഞാന ശാഖയാണ്. പക്ഷേ ഒരു ജീവിവർഗം മറ്റൊരു ജീവിവർഗമായി പരിണമിക്കണമെങ്കിൽ അനേകായിരം വർഷങ്ങളുടെ ആവശ്യമുണ്ട്. അത്രയും വർഷം ഒരു ശാസ്ത്രജ്ഞന് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നേരിൽ കണ്ട് ബോധ്യപ്പെടുത്താൻ കഴിയില്ല. അത് അല്ലാഹു വളരെ കൃത്യമായി അവൻ നമ്മളെ പടച്ചയക്കുകയാണ്, യാതൊരു അപ്ഡേറ്റിനും ആവശ്യമില്ലാത്ത രീതിയിൽ. അൽ ഖബീർ, കാരണം അള്ളാഹുവിന് എന്താണോ അവൻ ആവശ്യം അത് അവൻ അറിഞ്ഞുകൊണ്ട് നമ്മളെ പടച്ചയക്കുകയാണ്. അവനെല്ലാം അറിയും. യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ. അല്ലാഹു നിങ്ങൾ കണ്ണുവെട്ടിച്ചു നോക്കുന്ന എല്ലാ നോട്ടങ്ങളും അറിയുന്നുണ്ട്. വമാ തുഖ്ഫി സുദൂർ, കണ്ണ് ആളുകൾക്കൊക്കെ കാണാൻ കഴിയും, പക്ഷെ ആളുകൾക്ക് കാണാൻ കഴിയാത്ത ഹൃദയമുണ്ട്. ആ ഹൃദയത്തിൽ നിങ്ങൾ മറച്ചു വെച്ചത് എന്താണോ അതും അറിയുന്നവനാണ് അല്ലാഹു. സാധാരണ മനുഷ്യൻ പൊതുയിടങ്ങളിൽ മാന്യനാണ്, പൊതു സദസ്സിൽ അവൻ മാന്യനാണ്, അവൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരാളുടെയും നീയത്ത് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ എന്ത് കുഞ്ഞു കാര്യങ്ങൾ ചെയ്താലും അതിന്റെ നീയത്ത് നമുക്ക് എന്താണ് എന്ന് പറയാൻ കഴിയില്ല. അവൻ ആ സദസ്സ് വിട്ട് ആരോരും കാണാത്ത സമയത്ത് അവൻ അള്ളാഹു നിരോധിച്ചത് ചെയ്യുന്നുണ്ടോ എന്ന് അറിയുന്നത് ഒരുവന് മാത്രമാണ്, അൽ ഖബീർ. അത് ഖബീറായ അള്ളാഹു മാത്രമാണ്. ആരോരും കാണുന്നില്ല എന്ന്, ആരോരും അറിയുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ നോക്കുന്നത് പോലും അറിയുന്ന ഒരു അള്ളാഹു ഉണ്ട്, അവനാണ് അൽ ഖബീർ. വിശുദ്ധ ഖുർആൻ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മളോട് ചോദിക്കാം. സൂറത്തുൽ മുൽക്കിൽ അലാ യഅലമു മൻ ഖലഖ് വഹുവൽ ലത്തീഫുൽ ഖബീർ. അലാ യഅലമു മൻ ഖലഖ്, നിങ്ങളൊക്കെ സൃഷ്ടിച്ച അള്ളാഹുവിന് നിങ്ങളെ നന്നായിട്ട് അറിയില്ലേ എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. നമ്മളെയൊക്കെ സൃഷ്ടിച്ച അള്ളാഹുവിന് ഞാൻ എന്നെ അറിയുന്നതിനേക്കാൾ, നമ്മൾ നമ്മളെ അറിയുന്നതിനേക്കാൾ, നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും അറിയുന്നതിനേക്കാൾ, ഒരുപക്ഷെ ശാസ്ത്ര വിജ്ഞാന ശാഖ എത്ര വളർന്നാലും അവർ പഠിച്ചാലും ഒക്കെ അറിയുന്നതിനേക്കാൾ അലാ യഅലമു മൻ ഖലഖ്, നമ്മളെയൊക്കെ സൃഷ്ടിച്ച അള്ളാഹുവിന് നമ്മൾ അറിയില്ലേ? വഹുവൽ ലത്തീഫുൽ ഖബീർ, അവൻ അൽ ഖബീറാണ്, നമ്മളെ നന്നായിട്ട് അറിയുന്നവനാണ്. നമ്മൾ ഇന്ന് ഏത് കമ്പനിയും ഒരു പ്രൊഡക്റ്റ് പുറത്തേക്ക് ഇറക്കിയാൽ അത് അത്യാധുനികമായ സങ്കീർണതകളുള്ള ഏതെങ്കിലും ഒരു ഉപകരണങ്ങളായാലും അല്ലെങ്കിൽ ഏറ്റവും നിസ്സാരമായ ഒരു കളിപ്പാട്ടമായാലും അതിനൊരു ഓപ്പറേഷൻ മാനുവൽ അവർ പുറത്തിറക്കും. എങ്ങനെയാണ് ഇതിനെ മുന്നോട്ട് പ്രവർത്തിപ്പിക്കേണ്ടത് എന്ന് പഠിക്കാൻ വേണ്ടി, എന്നറിയാൻ വേണ്ടി. നമ്മൾ ആലോചിച്ച് നോക്കുക, എത്രയും വലിയ സാങ്കേതികമായി വളർന്ന ഈ ലോകത്ത് ഒരിക്കലും ഉണ്ടാക്കാൻ കഴിയാത്ത അത്ര കോംപ്ലക്സ് ആയ ഒരു സ്ട്രക്ചറുള്ള ഒരു മനുഷ്യൻ അള്ളാഹു പടക്കാണ്. എന്നിട്ട് ആ മനുഷ്യൻ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് ഒരു ഓപ്പറേഷൻ മാനുവൽ ആവശ്യമില്ല എന്ന ആളുകൾ പറയുന്നതിനേക്കാൾ വലിയ വങ്കത്തരം മറ്റെന്താണുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക. ഈ മനുഷ്യൻ എങ്ങനെയാണ് മുന്നോട്ട് ജീവിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു ഗൈഡൻസും ആവശ്യമില്ല എന്ന് പറയുന്നതിനേക്കാൾ ബുദ്ധിശൂന്യമായ വേറൊരു കാര്യമില്ല. ഈ മനുഷ്യൻ ഏറ്റവും സങ്കീർണമായ ഒരു ജീവിയാണ്. അവൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് അതിന്റെ മാനുഫാക്ചർ ചെയ്ത അള്ളാഹു ഒരു ഓപ്പറേഷൻ മാനുവൽ കൊടുത്തിട്ടുണ്ട്. അത് വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിലൂടെ എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് നമ്മൾ പഠിക്കാം, എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത് എന്ന് നമ്മൾ അറിയാം. സുൻ അല്ലാഹില്ലദി, വിശുദ്ധ ഖുർആൻ പറയാം, സുൻ അല്ലാഹില്ലദി അത്ഖന കുല്ല ഷൈ, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പാണിത്, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പ്. അത്ഖന കുല്ല ഷൈഇൻ, അവൻ എല്ലാ കാര്യത്തെയും വളരെ കൃത്യമായി പെർഫെക്റ്റ് ആയിട്ട് അല്ലാഹു ചെയ്തു വെച്ചിരിക്കുകയാണ്. നമ്മൾ ഒരു വാഹനം പുറത്തിറങ്ങുമ്പോൾ ഓരോ വർഷത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ആ വാഹനത്തെ നമ്മൾ മനസ്സിലാക്കുക. അതെങ്ങനെ പുരോഗമിച്ച് ചെറിയ ഫംഗ്ഷനും ഫീച്ചേഴ്സൊക്കെ കൂട്ടി അങ്ങനെ ആളുകൾക്ക് പുതിയ മോഡലൊക്കെ മടുക്കുമ്പോൾ
ആളുകൾ ഫസ്റ്റിലേക്ക് പോവാണ്. പിന്നെ പഴയ മോഡലിന് ഡിമാൻഡ് തുടങ്ങുകയാണ്. വിന്റേജ് മോഡൽ എന്ന് പറഞ്ഞിട്ട് അതിന് മാർക്കറ്റ് കിട്ടുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, മനുഷ്യൻ എന്ന് പറയുന്ന സൃഷ്ടി അള്ളാഹു അവനെ നിർമ്മിച്ച അന്ന് മുതൽ അതിനൊരു അപ്ഡേഷനും ആവശ്യമില്ല. അള്ളാഹു വളരെ കൃത്യമായിട്ട് അള്ളാഹു നിർവഹിക്കാനുള്ള കാരണം അൽ ഖബീർ, അള്ളാഹു ഖബീറാണ്, അവനെല്ലാം അറിയാം, അവൻ കൃത്യമായിട്ട് നിർവഹിക്കാം. നമ്മൾ വലിയ തണുപ്പുള്ള ചില നാടുകൾ നമുക്കറിയാം. ഗ്രീൻലൻഡും ഫിൻലൻഡും പോലെയുള്ള നാടുകളിൽ -17 അതിനും അപ്പുറത്തേക്കാണ് തണുപ്പ്. ആളുകൾ പരമാവധി തണുപ്പിനെ പ്രതിരോധിക്കാൻ അവർക്ക് കഴിയാവുന്ന എല്ലാം എടുത്ത് അണിയാണ്. അവരെല്ലാം മൂടുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് അവരുടെ കണ്ണുകൾ അവർ തുറന്നു വെക്കാണ്. എല്ലാം മൂടാം, പക്ഷേ കണ്ണുമൂടിയാൽ നമുക്ക് നടക്കാൻ കഴിയില്ല. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ നേത്രം എന്ന് പറയുന്നത് ജലസാന്ദ്രതയുള്ള ഒരു അവയവമാണ്, വാട്ടർ കണ്ടന്റ് ഉള്ള ഒരു അവയവമാണ്. പക്ഷേ അത്രയും -ഡിഗ്രിയിലും നമ്മുടെ കണ്ണ് അങ്ങനെ തണുത്ത ഐസായി പോകുന്നില്ല. വഹുവൽ ഖബീർ, അള്ളാഹു കൃത്യമായി അറിഞ്ഞ് അതിനൊക്കെ സംവിധാനിക്കുകയാണ്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഭാര്യമാർക്കിടയിൽ ചെറിയ പ്രശ്നം സംഭവിക്കുന്ന സമയത്ത് അവർ പറഞ്ഞ വർത്തമാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാൻ. വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. ഭാര്യമാർക്ക് അത്ഭുതമായി. മൻ അംബഅക ഹാദാ, റസൂലേ താങ്കൾക്ക് ഇത് ആരാണ് അറിയിച്ചത്? നബ്ബഅനി അല്ലാഹ് നബ്ബഅനിൽ അലീമുൽ ഖബീർ, ഇതെനിക്ക് അറിയിച്ചത് ആരാണ്? അൽ അലീമായ അൽ ഖബീറായ അല്ലാഹുവാണ്. നമ്മൾ പറയുന്ന ഈ കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ അതാരും കേൾക്കുന്നില്ല, അതെന്റെ ഭർത്താവ് അറിയുന്നില്ല, ഭാര്യ അറിയുന്നില്ല, മക്കൾ അറിയുന്നില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത് അത് റസൂലുള്ളതുകൊണ്ട് നമ്മൾ അറിയുന്നു. പക്ഷേ ഇതൊക്കെ അറിയുന്ന ഒരു ഖബീറായ അല്ലാഹു ഉണ്ട്. നബ്ബഅനിൽ അലീമുൽ ഖബീർ, അല്ലാഹു ഖബീറാണ്, എല്ലാം അറിയുന്നവനാണ്. നമ്മൾ ആ ഖബീറായ അല്ലാഹുവിനെ സംബന്ധിച്ച് പഠിക്കുമ്പോഴാണ് യഥാർത്ഥ അറിവ് നമുക്കുണ്ടാകുന്നത്. നമ്മൾ അറിവിനെ സംബന്ധിച്ച് പറയും, അറിവ് പല തരത്തിലുണ്ട്. ചിലത് അനുഭവ പരിചയങ്ങളിലൂടെ വളർത്തിയെടുക്കുന്ന അറിവാണ്, ചിലത് അനുഭവങ്ങളാണ്, ചിലത് പരീക്ഷണ ഗഹനങ്ങളിലൂടെ നമ്മൾ വളർത്തിയെടുക്കുന്നതാണ്. എന്നാൽ മറ്റൊരു അറിവുണ്ട്, അത് തൗഖീഫിയായ അറിവാണ്. അത് അള്ളാഹുവിന്റെ വഹി കൊണ്ട് മാത്രം ആസ്വദിക്കാൻ കഴിയുന്ന അറിവാണ്. അള്ളാഹുവിന്റെ വഹി, ഈ അറിവിന്റെ കൂട്ടത്തിൽ ഒരു കാരണവശാലും തെറ്റാകാൻ സാധ്യതയില്ലാത്തത്, പൂർണ്ണമായി ശരിയാകാൻ സാധ്യതയുള്ള ഒരേ ഒരു അറിവ് എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ വഹി മാത്രമാണ്. ബാക്കിയെല്ലാം തെറ്റാം, തിരുത്താം. ശാസ്ത്രം ഇന്ന് പറഞ്ഞത് നാളെ തിരുത്താം, ഹിസ്റ്റോറിക്കലി ഇന്ന് പ്രൂവ് ചെയ്തത് നാളെ തിരുത്തി എന്ന് വരാം, പുതിയ പഠനങ്ങൾ ഇറങ്ങാം, ലേഖനങ്ങൾ ഇറങ്ങാം. പക്ഷേ ഒരിക്കലും അള്ളാഹുവിന്റെ കലാം ആ രീതിയിൽ മാറുന്നില്ല. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആൻ പറയുന്നത് വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, റസൂലേ താങ്കൾക്ക് ഖബീറായ ഒരുവൻ പറഞ്ഞു തരുന്നത് പോലെ മറ്റൊരാൾക്കും പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. താങ്കൾക്ക് ഖബീറായ അള്ളാഹു പറഞ്ഞു തരുന്നത് പോലെ മറ്റ് ഒരു അറിവിനും താങ്കൾക്ക് യാതൊരു അറിവും പ്രാധാന്യം ചെയ്യാൻ കഴിയില്ല. കാരണം തെറ്റാകാൻ സാധ്യതയില്ലാത്ത ഒരേ ഒരു അറിവ് എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ അറിവാണ്, അത് വഹിയാണ്. അതുകൊണ്ട് നമ്മളെ സൃഷ്ടിച്ചവനായ അള്ളാഹുവിനറിയാം. ഇത്രയും വലിയൊരു പ്രൊഡക്റ്റിനെ അള്ളാഹു സൃഷ്ടിച്ചിട്ട് അതിനെ വെറുതെ പറഞ്ഞേക്കുകയല്ല. മനുഷ്യന് ജീവിതത്തിൽ എന്താണ് വേണ്ടത് എന്ന് നന്നായിട്ട് അള്ളാഹുവിനറിയാം. അവന്റെ ജീവിതത്തിന്റെ സന്തോഷത്തിന് എന്തൊക്കെയാണോ ആവശ്യം അതൊക്കെ അള്ളാഹു നമുക്ക് ഫർളായി നിർബന്ധമാക്കി നൽകുകയാണ്. നമസ്കാരം ഫർളാണ്, സൗമ് ഫർളാണ്, സക്കാത്ത് ഫർളാണ്, ഹജ്ജ് ഫർളാണ്. എന്താണോ മനുഷ്യന്റെ സന്തോഷത്തെയും അവന്റെ ആത്മീയമായ സുഖത്തെയും അവന്റെ പുരോഗതിയെയും തടയുന്നത് അതൊക്കെ അള്ളാഹു ഹറാമാക്കുകയാണ്. ഇസ്ലാമിൽ ചില ഡു ആൻഡ് ഡോൺസ് ഉണ്ട്. ചിലത് ചെയ്യണം, ചിലത് ചെയ്യരുത്. അത് അള്ളാഹു നിങ്ങളെ പ്രയാസപ്പെടുത്താൻ പറയല്ല. വിശുദ്ധ ഖുർആനിൽ റമളാനിനെ സംബന്ധിച്ച് പറയുമ്പോൾ റമളാൻ വലിയ പ്രയാസമാണ്. നമ്മൾ ചെയ്യുന്നതിൽ കുറച്ച് പ്രയാസപ്പെട്ട് ചെയ്യുന്നത് നോമ്പാണ്. പക്ഷേ ആ നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞിട്ട് അതും അത്യുക്ഷണമായ ചൂടുള്ള അറബിയിൽ നോമ്പ് നിർബന്ധമാക്കിയിട്ട് അതിനെപ്പറ്റി പറയുന്ന ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങളെ പ്രയാസപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടല്ല. വലാ യുരീദു ബിക്കുമുൽ ഉസ്ര, അള്ളാഹു നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിച്ചിട്ടല്ല. ഈ നിയമങ്ങളൊക്കെ അള്ളാഹു പറഞ്ഞു തരുന്നത് നിങ്ങളെ പ്രയാസപ്പെടുത്താനല്ല, മറിച്ച് നിങ്ങളുടെ ആത്യന്തികമായ സന്തോഷം എങ്ങനെയാണ് ലഭിക്കുക എന്നത് നിങ്ങളെ സൃഷ്ടിച്ച അള്ളാഹുവിന് മാത്രമേ പറയാൻ കഴിയൂ. അതുകൊണ്ടാണ് ഇന്ന് ആളുകൾ പുതിയ പുതിയ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇന്ന് ആളുകൾക്ക് ലിബറലിസത്തിന്റെ എല്ലാ സ്വാതന്ത്ര്യത്തിന്റെ വാതിലുകളും തുറക്കണം എന്ന ആളുകൾ ആഗ്രഹിക്കുകയാണ്. എന്തിനാണ്? സന്തോഷം കണ്ടെത്താൻ. ലഹരിയിൽ ആളുകൾ അടിമപ്പെടുകയാണ്, സ്വതന്ത്രമായ ലൈംഗികതയെ ആളുകൾ തേടുകയാണ്. പക്ഷേ എവിടെയും സമാധാനം കാണുന്നില്ല. അത്തരം എല്ലാ കാര്യങ്ങളും അനുവദിച്ചു കൊടുത്ത നാടുകളിൽ ആളുകൾ ആത്മഹത്യന്റെ നിരക്കുകൾ കൂടുകയാണ്. കാരണം സമാധാനം ഇതിലൊന്നും നമുക്ക് കിട്ടൂല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹദീദിന്റെ ഏറ്റവും അവസാനത്തെ 2 ആയത്തുകൾ വളരെ പ്രധാനപ്പെട്ട ആയത്താണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു: യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ്,
ഈമാനുള്ളവരെ, അള്ളാഹു വിശ്വസിക്കുന്നവരെ, നിങ്ങൾ കാതു തുറന്ന് കേൾക്കൂ. ഇത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പേടിക്കൂ, അള്ളാഹു ഉണ്ട് എന്ന ബോധ്യത്തിൽ ജീവിക്കൂ. വആമിനൂ ബിറസൂലിഹി, നിങ്ങൾ അള്ളാഹുവിൽ മാത്രമല്ല അവന്റെ റസൂലിലും നിങ്ങൾ വിശ്വസിക്കൂ. അങ്ങനെ വിശ്വസിച്ചാൽ ചില ഓഫറുകൾ അള്ളാഹു ഇങ്ങനെ അക്കമിട്ട് പറയാൻ, യുഅ്തികും കിഫ്ലൈനി മിർ റഹ്മതി, വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. യുഅ്തികും കിഫ്ലൈനി മിർ റഹ്മതി, അള്ളാഹു അവന്റെ റഹ്മത്തിന്റെ 2 ഓഹരി നിങ്ങൾക്ക് തരും. 2 ഓഹരി, ഒന്നല്ല 2 ഓഹരി തരും. നമ്മൾ ചില കമ്പനികൾ ചില ഓഹരികൾ നമുക്ക് ചെറിയ ഓഫറിൽ സ്വന്തമാക്കാൻ സ്വായത്തമാക്കാൻ അവസരം ഉണ്ടെങ്കിൽ നമ്മൾ തിക്കിത്തിരക്കും. പക്ഷെ അള്ളാഹു പറയാൻ, ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ യുഅ്തികും കിഫ്ലൈനി മിർ റഹ്മതി, അള്ളാഹു അവന്റെ റഹ്മത്തിന്റെ 2 ഓഹരി തരും. വയജഅൽ ലക്കും നൂറൻ തംശൂന ബിഹി, അല്ലാഹു നിങ്ങൾക്കൊരു നൂർ, ഒരു പ്രകാശം തരും. യംശൂന ബിഹി, ആ പ്രകാശം അനുഭവിച്ച് ആസ്വദിച്ച് നിങ്ങൾക്ക് ജീവിക്കാം. ആ നൂറ് യഥാർത്ഥ ഈമാനാണ്. ആ നൂറ് എന്ന് പറയുന്നത് ഈമാനാണ്. അതുകൊണ്ടാണ് ചില ആളുകൾ കൃത്യമായി ജമാഅത്തിന് പങ്കെടുക്കുന്ന ആളുകൾ, അവർക്കൊരു ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ ആ നൂറിൽ എന്തോ കുറഞ്ഞതുപോലെ അവർക്ക് തോന്നുകയാണ്. കൃത്യമായി സുന്നത്ത് നമസ്കരിക്കുന്ന ആള്, തഹജ്ജുദ് നമസ്കരിക്കുന്നവൻ, സദഖകൾ കൊടുക്കുന്നവൻ, ഖുർആൻ പാരായണം ചെയ്യുന്നവൻ, ജുമാ നമസ്കാരത്തിന് നേരത്തെ എത്തുന്നവൻ, അവനൊന്ന് വൈകിപ്പോയാൽ അവന്റെ മനസ്സിനെന്തോ ഒരു നൂറ് കുറഞ്ഞതുപോലെ തോന്നാൻ. കാരണം അള്ളാഹു ഏർപ്പാടാക്കി കൊടുത്ത നൂറാണ്. അത് കുറയുമ്പോൾ അവന് വേദന ഉണ്ടാവുകയാണ്. അള്ളാഹു ഹറാമാക്കിയ കാര്യം ചെയ്യുമ്പോൾ ആ നൂറ് അങ്ങനെ തന്നെ കെട്ടുപോയതുപോലെ അവൻ അനുഭവിക്കുകയാണ്. ഒരു പ്രകാശമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. അള്ളാഹു കൊടുത്ത നൂറാണ്. അള്ളാഹു ഒരു നൂറ് തരും, ഒരു സമാധാനം തരും, ഒരു സന്തോഷം തരും. അത് ആസ്വദിച്ച് അവന് ജീവിക്കുകയാണ്. മൂന്നാമത് അള്ളാഹു പറയുന്നത് വയഗ്ഫിർ ലക്കും, അള്ളാഹു നിങ്ങൾ ചെയ്തതൊക്കെ പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു എത്രയധികം പൊറുക്കുന്നവനാണ്, അവൻ എത്ര കരുണാവാരിധിയാണ് എന്ന് ഖുർആൻ പറയാൻ. ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിന്റെ സന്തോഷം എന്ന് പറയുന്നതാണ് അള്ളാഹു പറയുന്ന ഫർദുകൾ ചെയ്യാൻ, അവൻ ഹറാമാക്കിയതിൽ നിന്ന് മാറി നിൽക്കാൻ. ചെറിയ പ്രയാസം ഉണ്ടാവും. ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നുണ്ട്, മനുഷ്യൻ അവന് ചില തിന്മകൾ ചെയ്യാനുള്ള അവന്റെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് നൈമിഷികമായ ചില സുഖങ്ങളാണ്. അവന് ചില സുഖങ്ങൾ, അത് അവന് ആ സുഖങ്ങൾ അടക്കാതിരിക്കാൻ കഴിയുമ്പോൾ ഒന്ന് ചെയ്യണമെന്ന് തോന്നുമ്പോൾ അവൻ ചെയ്യുകയാണ്. പക്ഷേ നൈമിഷികമായ സുഖങ്ങൾ, വളരെ സെക്കൻഡുകളോ മിനിറ്റുകളോ മാത്രം ദൈർഘ്യമുള്ള ചില സുഖങ്ങൾ, പക്ഷേ ആ സുഖം ആസ്വദിച്ചതിന് ശേഷം കാലാകാലം അവന് ദുഃഖിക്കുകയാണ്. അവന്റെ മനസാക്ഷി കുട്ടി ഇങ്ങനെ അവനോട് പറയാണ്, നീ അള്ളാഹുവിനെ ധിക്കരിച്ചല്ലോ, നമ്മൾ ചെയ്തത് ചെറിയൊരു സുഖത്തിന് വേണ്ടിയാണ്, പക്ഷേ മരിക്കുന്നത് വരെ ആ ഒരു തിന്മ നമ്മളെ വേട്ടയാടെയാണ്. എന്നാൽ ചില മുഅ്മിനീങ്ങൾ അവര് അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ എത്ര സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിലും, അവന്റെ അന്തരീക്ഷം എത്ര വിപരീതമാണെങ്കിലും വലിയ പ്രയാസം ഉണ്ടാവും. പക്ഷേ ആ പ്രയാസം അവൻ ഏറ്റെടുക്കാൻ തയ്യാറാവുകയാണ് വളരെ കുറച്ച് സമയത്തേക്ക്. വളരെ ചില നിമിഷങ്ങൾക്ക് ആ ഹറാമ് ചെയ്യില്ല എന്ന ചില തീരുമാനം, അത് വളരെ ചെറിയ സെക്കൻഡിന്റെ തീരുമാനമാണ്. ആ തീരുമാനം അവൻ അടിയുറച്ച് അവൻ തീരുമാനിച്ചാൽ പിന്നീട് അങ്ങോട്ട് അവൻ അനുഭവിക്കുന്ന വല്ലാത്തൊരു സുഖമുണ്ട്. മരിക്കുന്നത് വരെ അള്ളാഹുവിനു വേണ്ടി ഞാൻ മാറ്റിവെച്ച ആ ഒരു ഹറാം അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞതുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ചിട്ട് ഒരുവൻ അവന്റെ ഇച്ഛയെ മാറ്റിവെച്ചാൽ അള്ളാഹു വേറൊരു പ്രതിഫലവും പറയുന്നില്ല. അവന് സ്വർഗമാണ്. കാരണം ആ പ്രയാസം ചെറുതാണെങ്കിലും അതൊന്ന് അനുഭവിച്ചാൽ, ഒന്ന് കഷ്ടപ്പെട്ടാൽ, ഒന്ന് ത്യാഗം സഹിച്ചാൽ കിട്ടാൻ പോകുന്ന സുഖം വളരെ വലുതാണ്. അള്ളാഹു പറഞ്ഞുതരാണ് നമ്മുടെ സുഖം, നമ്മുടെ സന്തോഷം. നമ്മൾ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ടല്ലോ എവിടെയാണ് മനുഷ്യന് സന്തോഷം കിട്ടുക, അള്ളാഹു പറഞ്ഞുതരാം. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ഒരു അറാബിയായ മനുഷ്യൻ കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ് ഇഅ്ദിനി വലാ തുഫിൽ, റസൂലേ എനിക്ക് താങ്കൾ ഒരു ഉപദേശം പറഞ്ഞു തരണം, ഒരു അഡ്വൈസ് പറഞ്ഞു തരണം. പക്ഷേ വലാ തുഫിൽ, അത് വല്ലാതെ ദീർഘിച്ചു പോകരുത്, വല്ലാതെ നീട്ടിപ്പരത്തി പറയരുത്. ഇന്നത്തെ ഒരു കാലം അങ്ങനെയാണ്. ആളുകളുടെ കോൺസെൻട്രേഷനും ഫോക്കസും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ എഡ്യൂക്കേഷൻ അനലൈസ് ചെയ്യുന്ന ആളുകൾ പറയുന്നുണ്ട്, ക്ലാസ്സിൽ 1 മണിക്കൂറൊന്നും ആളുകൾക്ക് ക്ലാസ് കേൾക്കാൻ കഴിയില്ല. നമ്മൾ കുറച്ചു കാലം വരെ 20 മിനിറ്റ് വരെ കുട്ടികൾക്കൊക്കെ ഫോക്കസ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് 10 മിനിറ്റ് പോലും കഷ്ടിച്ച് കുട്ടികൾക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല. ഒരു വിഷയത്തിൽ അത്രയും ഡിസ്ട്രാക്ഷൻ ഉണ്ടാവുകയാണ്. ആളുകളുടെ ശ്രദ്ധ തിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. യാ റസൂലുള്ളാഹ് ഇഅ്ദിനി, എന്നെ ഉപദേശിക്കണം, വലാത്തുത്തിൽ, അത് വല്ലാതെ നീട്ടിപ്പരത്തി പറയരുത്. നമ്മൾ നമ്മുടെ മക്കളെയൊക്കെ ഉപദേശിച്ച് തുടങ്ങി നീട്ടിപ്പരത്തി പറയുമ്പോഴേക്കും ഉപദേശം തീരുന്നതിന് മുമ്പ് മക്കള് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. കാരണം അവർക്ക് ഇത്തരത്തിലുള്ള പുതുതായി വരുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ നീട്ടിപ്പരത്തിയതൊന്നും കേൾക്കാനുള്ള ക്ഷമയില്ല. അവരുടെ ഫോക്കസ് അത്രയും കുറവാണ്. അതുകൊണ്ട് റസൂലെ നീട്ടിപ്പരത്താതെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള, ഷോർട്ടായിട്ടുള്ള, സ്വീറ്റ് ആയിട്ടുള്ള ഒരു കാര്യം റസൂൽ എനിക്ക് പറഞ്ഞു തരണം.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊന്നും ചെയ്തില്ല, രണ്ടേ ആയത്ത് ഓതി കൊടുക്കുകയാണ്. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. സൂറത്തു സൽസലയിലെ 2 ആയത്തുകളാണ്. ആരെങ്കിലും ഒരു കടുകുമണിയോളം നന്മ ചെയ്താൽ, ദർറത്ത് എന്ന അറബി ഭാഷയിൽ ഇന്ന് ആറ്റത്തിന് ഉപയോഗിക്കുന്ന അറബി ഭാഷ ദർറ എന്നാണ്. പഴയകാലത്ത് മനസ്സിലാവണമെങ്കിൽ ഒരു വീട്ടിന്റെ പൊത്തിൽ, ആ പൊത്തിലൂടെ അരിച്ചിറങ്ങുന്ന വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തിൽ ചില ധൂളികൾ, ചില പൊടികൾ നമ്മൾ കാണലുണ്ട്. ആ വെളിച്ചമില്ലെങ്കിൽ ആ ധൂളികൾ നമ്മൾ കാണൂല. വെളിച്ചത്തിൽ മാത്രം കാണുന്ന അത്രയും ചെറിയ ആ ധൂളികളുടെ വലിപ്പത്തിൽ നിങ്ങൾ നന്മ ചെയ്താൽ ഖൈറയ്യറഹു, നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ ആ നന്മ കാണും. എന്നതുപോലെ തന്നെ അത്രയും ചെറുതെന്ന് ഒരു കാരണവശാലും കാണാൻ സാധ്യതയില്ല എന്ന്, അത്രയും നിസാരമെന്ന് അവഗണിച്ച് കളഞ്ഞേക്കാവുന്ന തിന്മയും ശർറയ്യറഹു, ആ ഷെറും നാളെ നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ കാണും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 2 ആയത്ത് ഓതിയപ്പോൾ അറാബിക്ക് വല്ലാത്തൊരു ആശ്വാസമായി. കഫൈറ്റ് കഫൈറ്റ് യാ റസൂലല്ലാഹ് കഫൈറ്റ്, റസൂലേ മതി മതി, താങ്കൾ പറഞ്ഞത് എനിക്ക് മതിയായി, യാ റസൂലല്ലാഹ് കഫൈറ്റ്. അറബി കാര്യം മനസ്സിലാക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം വേറൊന്നും ചോദിക്കാതെ ഈ 2 ഉപദേശങ്ങൾ, നമ്മൾ ഒരുപാട് ആയത്തുകൾ കേൾക്കുന്നുണ്ട്, നമ്മൾ നിത്യവും ആയത്തുകൾ കേൾക്കുകയാണ്, നമ്മൾ നിത്യവും ഹദീസുകൾ കേൾക്കുകയാണ്. പക്ഷേ നമ്മൾ ഇത്രയും ആധുനികമായി ഉയർന്ന നമ്മൾക്ക് ആയത്തുകളും ഹദീസുകളും ഒന്നും നമ്മളെ പരിവർത്തിപ്പിക്കുന്നില്ല. നമ്മൾ ഇത് കേൾക്കുന്നു എന്നതല്ലാതെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നില്ല. ആ രീതിയിൽ മനസ്സുകൾ അടക്കപ്പെട്ടിരിക്കുകയാണ്. ഇതൊക്കെ നോർമലൈസ് ചെയ്യപ്പെടുകയാണ്. തിന്മകൾ ചെയ്ത് 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 അത് നോർമലൈസ് ചെയ്യപ്പെടുകയാണ്. നമ്മൾ ഇന്ന് നോർമലൈസ് എന്ന് പറയുമെങ്കിലും വിശുദ്ധ ഖുർആൻ പറയുന്നത് അങ്ങനെയല്ല. അവരുടെ ഹൃദയത്തിൽ അല്ലാഹു മൂടി വെക്കുകയാണ്. പിന്നെ ഖുർആനും ഹദീസൊന്നും അവനെ സ്വാധീനിക്കുന്നില്ല. ഈ പച്ചയായ ആറാബിയായ മനുഷ്യൻ പറയാണ് കഫൈത്ത് യാ റസൂലല്ലാഹ് മതി. അദ്ദേഹം തിരിച്ചു പോവാണ്. ഈ 2 ഉപദേശങ്ങളും ജീവിതത്തിൽ പകർത്താൻ എന്നവണ്ണം അദ്ദേഹം പോവാണ്. റസൂല് ആ മനുഷ്യനെ കാണിച്ചുകൊണ്ട് കൂട്ടത്തിലുള്ള ആളുകളോടൊക്കെ പറഞ്ഞു, ഫഖുഹർ റജുൽ, ഈ മനുഷ്യൻ യഥാർത്ഥ അറിവ് നേടി. ഫഖിഹയല്ല, ഫഖുഹർ റജുൽ, ഈ മനുഷ്യൻ നേടേണ്ടതായ അറിവ് നേടിയിരിക്കുന്നു. നമ്മൾ ആലോചിക്കണം, ഏതാണ് അറിവ്? അത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവാണ്. അൽ ഖബീറായ, എല്ലാം അറിയും. അത് എത്ര ചെറുതാണെങ്കിലും അത് നന്മയായാലും അതുകൊണ്ട് എനിക്ക് നന്മ ചെയ്യാമല്ലോ, ചെറുത് തിന്മയായാലും കാണും, അതുകൊണ്ട് എനിക്ക് തിന്മ ഉപേക്ഷിക്കാമല്ലോ എന്ന ഖബീറിനെ സംബന്ധിച്ചുള്ള അറിവ് അവൻ നേടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ നമുക്ക് എത്ര അറിവുണ്ടായാലും, ഒരുവൻ ബിരുദമെടുക്കുന്നു, ബിരുദാനന്തര ബിരുദമെടുക്കുന്നു, ഡ്യുവൽ PhD എടുക്കുന്നു, കാര്യമില്ല. പക്ഷേ ഈ ഒരു അറിവ് ഒരു മനുഷ്യനെ നഷ്ടപ്പെട്ടാൽ അമ്മൽ കാഫിറു ഫലാ അഖ്ല ലഹു, നമ്മൾ പറയാറുണ്ട്, അള്ളാഹുവിനെ നിഷേധിച്ച ഒരു മനുഷ്യൻ ഫലാ അഖ്ല ലഹു, അവന് പരമമായ ഒരു സത്യത്തെ അനുഭവിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടുകയാണ്. ഫലാ അഖ്ല, അറിവിൽ അഖ്ല എന്ന് പറഞ്ഞ ബുദ്ധിയേയില്ല. അവന്റെ ബുദ്ധി ഉപയോഗിച്ച് അവന് കണ്ടുപിടിക്കേണ്ടത്, അറിയേണ്ടത് അവൻ അറിഞ്ഞിട്ടില്ല. പണ്ഡിതന്മാര് പറയാറുണ്ട്, മനിസ്തഖാമ ഫീ അംരില്ലാഹി, ആരെങ്കിലും അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിന്നാൽ സഅദ ദുനിയാ വൽ ആഖിറ, അവന് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷത്തോടെ ജീവിക്കാം. കാരണം വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, അത് ഖബീറായ അള്ളാഹു നമ്മളോട് പറഞ്ഞാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ സന്തോഷം അത് പറഞ്ഞുതരാം. ആ സന്തോഷം നഷ്ടപ്പെട്ടാൽ ജീവിതത്തിൽ ഒരു സന്തോഷമില്ല, ഒരു ബർക്കത്തില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഒരു മരുഭൂമിയിലൂടെ യാത്ര ചെയ്യാം, ആരോരും ഇല്ലാത്ത മരുഭൂമി. ആ മരുഭൂമിയിൽ ഒരാട്ടിടയിൽ ഒരുപാട് ആടുകളെ തെളിച്ചുകൊണ്ട് ഇങ്ങനെ പോവാൻ. ആ സമയത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ബിഅനി ഹാദിഹി ഷാത്ത്, ചെറിയ ആടുണ്ടല്ലോ, ഒരു ആടിനെ താങ്കൾ എനിക്ക് വിൽക്കണം. യഥാർത്ഥത്തിൽ അത് വിൽക്കാൻ വേണ്ടിയല്ല ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നത്, ഈ മനുഷ്യനെ അദ്ദേഹത്തിന്റെ ഈമാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കുകയാണ്. ഇമാം തൊബ്രാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അപ്പൊ അദ്ദേഹം പറയാണ്, ആട്ടിടയൻ പറയാണ്, വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തൊരു ആട്ടിടയൻ, ഹദിലൈസത്തിലി, ഈ ആടൊന്നും എന്റെയല്ല, ഇതിനൊരു ഉടമസ്ഥനുണ്ട്, ഒരു യജമാനനുണ്ട്, അദ്ദേഹം അറിയാതെ എനിക്ക് വിളിക്കാൻ കഴിയില്ല. ഹാദിഹിലൈസത്തിലി, ഈ ആടൊന്നും എന്റെ അല്ല. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു കുറച്ചുകൂടെ കൂടുതൽ പരീക്ഷണത്തിന് വിധേയാക്കാണ്. അദ്ദേഹം പറയാണ്, ഇത്രയും ആടുണ്ട്, ഫമാഅത്തത്, അതിലേതെങ്കിലും ഒന്ന് മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ, അല്ലെങ്കിൽ ചെന്നായി പിടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആട്ടിടയൻ പറഞ്ഞു കൊടുക്കാണ്, വല്ലാഹി ഇന്നി ലഅശദ്ദുൽ ഹാജതി ഇലാ സമനിഹാ, താങ്കൾ പറയുന്ന പോലെ താങ്കൾ എനിക്ക് ഈ വെച്ച് നീട്ടി എന്നെ കൊതിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ പണം ഉണ്ടല്ലോ, അതിലേറ്റവും ആവശ്യക്കാരൻ ഇന്ന് ഞാനാണ്. ആ പൈസക്ക്, ആ ഒരു രൂപക്ക് എനിക്ക് വലിയ ആവശ്യമുണ്ട്. വല്ലാഹി ഇന്നി ലഅശദ്ദുൽ ഹാജ, വല്ലാത്ത ആവശ്യമുണ്ട്. നമ്മൾ ഷോപ്പുകൾ ഏൽപ്പിക്കപ്പെട്ട ആളുകൾ, അത്തരത്തിൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ആളുകൾ, അത് റെസ്റ്റോറന്റ് ആവട്ടെ, ചെറിയ ബക്കാലയാവട്ടെ, ചില മഹല്ലാവട്ടെ, സ്കൂളാവട്ടെ, സ്ഥാപനമാവട്ടെ, ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഉത്തരവാദിത്തമുള്ള ആളുകളാണ് നമ്മൾ അടിവരയിട്ട് മനസ്സിൽ ഉൾക്കൊള്ളേണ്ട ഒരു സംഭവമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ പൈസയ്ക്ക് എനിക്ക് ആവശ്യമുണ്ട്, ഞാൻ ഇന്ന് ഫിനാൻഷ്യലി ടൈറ്റ് ആണ്, ഇത് കിട്ടിയാൽ, എനിക്ക് റോൾ ചെയ്യാൻ കിട്ടിയാൽ, ഞാനിതൊന്നും എടുത്ത് മറിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. പക്ഷേ
അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല വഇന്നീ ലസാദിഖുൻ അമീനുൻ ഇൻദഹു, മാത്രമല്ല ഞാൻ ആ യജമാനന്റെ അടുക്കൽ ഞാൻ അത്രയും വിശ്വസ്തനാണ്, സത്യസന്ധനാണ്. ഞാൻ ഒരുപക്ഷെ ചത്തുപോയി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞ പോലെ ചെന്നായി പിടിച്ചുകൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നെ വിശ്വസിക്കും. പിന്നീട് നമ്മൾ ആ ഒരു വിശ്വാസത്തെയാണ് ചൂഷണം ചെയ്യാറുള്ളത്. നമ്മൾ ഒരാളുടെ വിശ്വാസം നേടിക്കഴിഞ്ഞാൽ, എന്റെ വാപ്പ, എന്റെ ഉമ്മ അത് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല, എന്റെ അധ്യാപകന്മാർ അത് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. അതുകൊണ്ട് അവരുടെ വിശ്വാസത്തെ നമ്മൾ മുതലെടുക്കുകയാണ്. നമ്മുടെ നാട്ടുകാര്, നമ്മളറിയുന്ന നമ്മുടെ സുഹൃത്തുക്കൾ, ഇവരൊന്നും ഞാനത് ചെയ്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂല. വിശ്വസ്തത അതും അയാൾക്ക് അനുകൂലമായി നിൽക്കുകയാണ്. ഇതൊക്കെയുണ്ട്, താങ്കൾ പറഞ്ഞൊക്കെ ശരിയാണ്, പക്ഷേ താങ്കൾ പറയുന്നത് പോലെ പറഞ്ഞ അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്യും. പക്ഷേ എന്നിട്ട് ആ ആട്ടിടയൻ അദ്ദേഹം ആകാശത്തേക്ക് തല ഉയർത്തുകയാണ്. എന്നിട്ട് ഇബ്നു ഉമർ എന്ന സഹാബിയോട് ഒന്നും അറിയാത്ത പച്ചയായ അറാബി ചോദിക്കുകയാണ്, വലാകിൻ ഐനല്ലാഹ്, താങ്കൾ പറയുന്ന പോലെയാണ് കാരണമെങ്കിലും ആരോരും കാണാത്ത ഈ മരുഭൂമിയിൽ ഞാനും താങ്കളും മാത്രമാണ് ഉള്ളതെങ്കിലും ഐനല്ലാഹ്, അള്ളാഹു ആ സമയത്ത് എവിടെയാണ്? അള്ളാഹുവിനെ നമ്മൾ ഇവിടെ ഒളിപ്പിക്കും. ഞങ്ങളും നിങ്ങളുമൊക്കെ പറയുന്ന ഈ കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ ആരോരുമില്ലാത്ത ഈ മണലാര്യങ്ങളിൽ നമ്മൾ നടത്തിയത് ആരും അറിയില്ല എന്നൊക്കെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ വലാകിൻ ഐനല്ലാഹ്, അള്ളാഹു എവിടെയാണ്? ആ ഖബീറായ അള്ളാഹു നമ്മളെ അറിയും, അള്ളാഹു നമ്മളെ പിടിക്കും, അള്ളാഹു നമ്മളെ പിടിക്കും. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നു, ചെറിയ ചെറിയ ആശ്വാസത്തിനും ആസ്വാദനത്തിനും വേണ്ടിയാണ്. പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ ഐനല്ലാഹ്, നമ്മൾ എല്ലാ വാതിലുകളും അടച്ചു, എല്ലാ കാഴ്ചകളെയും അതിൽ നിന്നൊക്കെ നമ്മൾ മറഞ്ഞു, അവസാനം നമ്മൾ വാതിലും കുത്തിയിട്ടു. പക്ഷേ അള്ളാഹും ഞാനും മാത്രം തനിച്ചാകുന്ന ഒരു അവസരമുണ്ട്. അള്ളാഹു ഞാനും മാത്രം തനിച്ചാവുന്ന ഒരു അവസരം. അവിടെയാണ് അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, നിങ്ങൾ ആളുകളൊക്കെ അകറ്റി അവസാനം നിങ്ങളും ജഡ്ജിയും മാത്രം ഒറ്റക്കാവുമ്പോൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന ആ തെറ്റ് അതെത്ര ധൈര്യപൂർവ്വമുള്ള തെറ്റാണ്. നിങ്ങൾ ജഡ്ജിയുടെ മുമ്പിൽ തെറ്റ് ചെയ്യാൻ ധൈര്യപ്പെടാത്തതുപോലെ നിങ്ങളും അള്ളാഹുവായ വിധികർത്താവും മാത്രം തനിച്ചിരിക്കുമ്പോൾ നിങ്ങൾ എത്ര ധൈര്യത്തിലാണ് ആ തെറ്റ് ചെയ്യുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ ഈ ആട്ടിടയൻ ഈ വർത്തമാനം പറഞ്ഞപ്പോൾ വലിയ സന്തോഷമായി. സന്തോഷത്തിൽ അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഹദീസിന്റെ ബാക്കി നമുക്ക് കാണാം, ഇദ്ദേഹം യഥാർത്ഥത്തിൽ ആ ആട്ടിടയനെയും ആടിനെയും ഒക്കെ മുതലാളിൽ നിന്ന് വാങ്ങിച്ചിട്ട് ആട്ടിടനെ അദ്ദേഹം മോചിപ്പിക്കുകയും ഈ ആടുകളൊക്കെ അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്യാം. മനിസ്തഖാമ ഫീ അംരില്ലാഹി സഇദ ഫിദ്ദുനിയ വൽ ആഖിറ, ആരെങ്കിലും അള്ളാഹുവിന്റെ ദീനെ അടിയുറച്ചു നിന്നാൽ അള്ളാഹു ദുനിയാവിലും സന്തോഷം കൊടുക്കും, ആഖിറത്തിലും സന്തോഷം കൊടുക്കും. നമ്മൾ അള്ളാഹുവിന് വേണ്ടിയാണ് ഒരു തിന്മ ഒഴിവാക്കിയെങ്കിൽ അള്ളാഹു നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വലിയൊരു പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ പ്രതിഫലം ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യാമെന്ന പ്രത്യാശയിൽ ജീവിക്കാം. അതിനപ്പുറത്തേക്ക് അത് വേണ്ട ഒരു സമയമുണ്ടല്ലോ, ആരോരും നന്മകൾ തരാനില്ലാത്തൊരു സമയമുണ്ടല്ലോ. ആ സമയത്ത് അത്രയും വലിയ ഒരു അനുഭവം നമുക്ക് കിട്ടുമ്പോൾ, പ്രതിഫലം കിട്ടുമ്പോൾ, അതാണ് വല്ലാത്തൊരു സന്തോഷം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്, കഫാ ബിൽ മർഇ ഇൽമൻ അയ്യഖ്ശല്ലാഹ്, നമ്മൾ ഖബീറായ അള്ളാഹുവിനോടുള്ള ചില ബാധ്യതകൾ മനുഷ്യർക്കുണ്ട്. എല്ലാം അറിയുന്ന അള്ളാഹുവിനോടുള്ള ചില ബാധ്യതകൾ എന്താണ്? കഫാ ബിൽ മർഇ ഇൽമൻ അയ്യഖ്ശല്ലാഹ്, ഒരു മനുഷ്യന് അറിവായിട്ട് ആകപ്പാട് ഇത് മതി. എന്താണ്? അയ്യഖ്ശല്ലാഹ്, അവൻ അള്ളാഹുവിനെ പേടിക്കാനുള്ള മനസ്സ് മതി. വകഫാ ബിഹി ജഹ്ലൻ അയ്യഅസിയഹു, അവനെ അറിവുകേടായി അജ്ഞതയായിട്ട് ഒരു കാര്യം മാത്രം മതി, അയ്യഅസിയഹു, അള്ളാഹുവിനെ ധിക്കരിക്കുക എന്നത് മാത്രം മതി. എത്ര അറിവുണ്ടെങ്കിലും, എത്ര ആയത്തറിയാമെങ്കിലും, എത്ര ഹദീസ് അറിയാമെങ്കിലും, കഫാ ബിൽ മർഇ ഇൽമൻ, അള്ളാഹുവിനെ പേടിയുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഇൽമിനൊക്കെ കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ഇമാം മാലിക് പറയുന്നത്, ലൈസൽ ഇൽമു ബികസറത്തി റിവായ, ഇൽമു എന്ന് പറയുന്നത് ഒരുപാട് ഖുർആൻ ഹദീസുകളും മനപ്പാടാക്കലല്ല, ഇങ്ങനെ ചൊല്ലിപ്പടിക്കലല്ല, ഇങ്ങനെ ലേഖനങ്ങൾ എഴുതുകയും പ്രചരിപ്പിക്കുകയല്ല. വലാകിന്നൽ ഇൽമ മാ വഖറ ഫിൽ ഖൽബി, യഥാർത്ഥ ഇൽമു എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു വഖാറാണ്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പേടിയാണ്, അവൻ കാണുന്നുണ്ടല്ലോ എന്നൊരു ബോധമാണ്, തഖ്വയാണ്. ഖബീർ വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, വിശുദ്ധ ഖുർആൻ പറയുന്നത് അള്ളാഹു ഖബീറായ അള്ളാഹു പറഞ്ഞു തരുന്ന വർത്തമാനമാണ് ഇത്. നാളെ നിങ്ങൾ ഇതൊക്കെ കാണേണ്ടി വരും. ആ സമയത്ത് രക്ഷപ്പെടാൻ നമുക്ക് യാതൊരു വഴിയും ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വൽ ഖബീർ സുബ്ഹാന, വൽ ഖബീർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു നാമമാണ് ഖബീർ. അതുകൊണ്ട് അവൻ നോക്കുന്ന ഇടം, വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, ഖുർആൻ പറയാണ് നിങ്ങൾക്ക് കാഴ്ച ഉണ്ടാക്കി, കേൾവി ഉണ്ടാക്കി, വൽ അഫ്ഇദ, അല്ലാഹു ഹൃദയം ഉണ്ടാക്കി. ഹൃദയം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ആ ഹൃദയം ഉണ്ടാക്കി അള്ളാഹുവിന് ഹൃദയത്തിൽ നടക്കുന്നൊക്കെ കാണാൻ കഴിയും. നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ വേണ്ടാതെ ഒരുമിച്ച് കൂട്ടുന്ന നമ്മുടെ പകയും വിദ്വേഷവും വെറുപ്പും ദേഷ്യവും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട്. ആ വിദ്വേഷമൊക്കെ നമ്മൾ മായ്ച്ചു കളയണം, അബൂ ദർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ഒരു ഹദീസിൽ നമുക്ക് കാണാം,
അയ്യർതഹു ബി ഉമ്മി. റസൂൽ ഒരിക്കൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്താണ്, താങ്കൾ ഈ മനുഷ്യന്റെ ഉമ്മയെ ചീത്ത പറഞ്ഞു. ഒരു മനുഷ്യൻ റസൂലിനോട് കംപ്ലൈന്റ് പറയാണ്, അയ്യർതഹു ബി ഉമ്മി, താങ്കൾ അദ്ദേഹത്തിന്റെ ഉമ്മയുടെ പേര് പറഞ്ഞ് അദ്ദേഹത്തെ ആക്ഷേപിച്ചു. റസൂൽ പറയാണ്, ഇന്നക ഇംറഉൻ ഫീകൽ ജാഹിലിയ്യ, ജാഹിലിയത്തിന്റെ അംശം ഇപ്പോഴും അടങ്ങിയിരിക്കുന്നുണ്ട് താങ്കളിൽ, താങ്കളത് തിരുത്തണം. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൽ നമ്മളിങ്ങനെ ഒരു കൂട്ടിവെക്കുന്ന തിന്മകൾ, അസൂയ, പകയും വിദ്വേഷവും, അത്തരത്തിലുള്ള ഒരുപാട് സ്പർദ്ധകൾ, അതൊക്കെ മാറ്റുകയും ഖബീറായ അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധത്തിൽ ജീവിക്കാൻ അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الواحد الأحد الذي لم يلد ولم يولد ولم يكن له كفوا أحد. صلى الله على محمد وعلى آله وأصحابه الأبر. فقد قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മനുഷ്യന്റെ ജീവിതത്തെ 3 സന്ദർഭങ്ങളിലായിട്ട് നമുക്ക് വേർതിരിക്കാൻ കഴിയും. അതിലൊന്നാമത്തത് അവന്റെ പബ്ലിക് ലൈഫാണ്. എന്ന് പറഞ്ഞാൽ ജോലി സ്ഥലങ്ങളിൽ, മറ്റു പൊതു ഇടങ്ങളിൽ അവൻ ജീവിക്കുന്ന ഒരു ജീവിതം, പബ്ലിക്കായിട്ട് ആളുകളൊക്കെ അറിയുന്ന ഒരു ജീവിതമുണ്ട്. രണ്ടാമത്തത് അവന്റെ പ്രൈവറ്റ് ലൈഫാണ്. അവന്റെ ക്ലോസ് സർക്കിൾ മാത്രം, അവന്റെ ഭാര്യയും അവന്റെ കുടുംബവും അവന്റെ അടുത്ത സുഹൃത്തുക്കളും മാത്രം അറിയുന്ന ഒരു ലൈഫ്. മൂന്നാമത്തത് അവന്റെ ഒരു സീക്രട്ട് ലൈഫാണ്. ഈ പബ്ലിക്കും പ്രൈവറ്റും ഒന്നും അറിയാത്ത, ഒരുപക്ഷെ കൂടെ കിടക്കുന്ന ഭാര്യയും എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുന്ന ചങ്ങാതി പോലും അറിയാത്ത ഒരു സീക്രട്ട് ലൈഫ് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലുണ്ട്. പക്ഷേ ആ സീക്രട്ട് ലൈഫും അറിയുന്നവനാണ് അൽ ഖബീറായ അള്ളാഹു. അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്. സൂറത്തു ത്വാഹയിൽ അള്ളാഹു പറയാണ്, ഫഇന്നഹു യഅലമു സിർറ വഅഖ്ഫ. അള്ളാഹു യഅലമു സിർറ, അവൻ രഹസ്യത്തെ അറിയുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാം. വഅഖ്ഫ, ആ രഹസ്യത്തെക്കാൾ മറഞ്ഞതും അള്ളാഹു അറിയുന്നുണ്ട്. എന്താണ് രഹസ്യത്തെക്കാൾ മറഞ്ഞത്? നിങ്ങൾ ഒരുപക്ഷെ ഭാവിയിൽ എന്തൊക്കെയാണോ രഹസ്യമാക്കാൻ പോകുന്നത് അതും അള്ളാഹു അറിയും. അതാണ് അൽ ഖബീർ. ലുഖ്മാനുൽ ഹക്കീം, അദ്ദേഹം മകൻ ഒരുപാട് ഉപദേശം കൊടുക്കുന്ന കൂട്ടത്തിൽ പറയാണ്, വിശുദ്ധ ഖുർആനിൽ കാണാം, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, മോനെ, കൊച്ചുമകനെ, ചെറിയൊരു കടുകുമണിയോളം തൂക്കമുള്ള ഒരു വസ്തു, ഒരു കടുക്, അത് ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ്, നീ അത് ഭൂമിയിലോ ആകാശത്തോ എവിടെയെങ്കിലൊക്കെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചാലും യഅതി ബിഹല്ലാഹ്, അത് അള്ളാഹു കൊണ്ടുവരും. ഇന്നത്തെ നമ്മൾ വേൾഡ് മാപ്പിന്റെ അപ്പുറത്തേക്ക് ആസ്ട്രോണമിക്കലി നമ്മുടെ ഈ ലോകത്തെയും മൊത്തം യൂണിവേഴ്സിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് സൂം ഔട്ട് ചെയ്യാൻ കഴിയും. നമ്മൾ ആദ്യം ഭൂമിയെ വലുതായി കണ്ടിട്ട് പിന്നെ അതിന് സൂം ഔട്ട് ചെയ്യുമ്പോൾ ആ ഭൂമി ചെറുതായി നമുക്കിങ്ങനെ കാണാൻ കഴിയും. അവസാനം നമ്മളുടെ ദൂരം ഒരു മിൽക്കി വേയോളം എത്തുമ്പോൾ ആ ഭൂമി ഒരു കടുകുമണിയോളം ചെറുതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, അതിലും ചെറുതായിട്ട് കാണുന്നുണ്ട്. അത്രയും ഷോർട്ടായിട്ടുള്ള ആ ഭൂമിയിൽ ഒരു മനുഷ്യന്റെ കയ്യിലുള്ള ചെറിയ കടുകുമണി അത് പാറയുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചാലും അള്ളാഹു കാണും. അൽ ഖബീർ സുബ്ഹാന, അത് കാണുന്നവനാണ് അള്ളാഹു. യഅതി ബിഹല്ലാ, അത് കൊണ്ടുവരാൻ കഴിയുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് ആ ഖബീറായ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധമാണ് നമ്മളെ നയിക്കേണ്ടത്. ആ ബോധം ഒരു മനുഷ്യനെ നയിക്കേണ്ടതുപോലെ നയിച്ചാൽ, അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹുവിന് 99 നാമമുണ്ട്, അതിൽ ഒരു നാമമെങ്കിലും അർത്ഥവത്താൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റാൻ, പരുവപ്പെടുത്താൻ കഴിഞ്ഞാൽ ഫഖദ് ദഖലൽ ജന്ന, ഒരു സംശയവുമില്ല. അത് റസൂല് പറഞ്ഞാണ്, ഫഖദ് ദഖലൽ ജന്ന, ആ മനുഷ്യന് സ്വർഗ്ഗത്തിൽ കയറാം. അത്തരത്തിൽ അള്ളാഹുവിനെ ആഴത്തിൽ പഠിക്കുന്ന, അവന്റെ പേരുകളിലൂടെ അവൻ അടുത്തറിയുകയും അവൻ ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ ചെയ്തുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തീർമാറാകട്ടെ. അള്ളാഹു നമ്മൾ രഹസ്യത്തിലും പരസ്യത്തിലും അവനിഷ്ടമല്ലാത്തത് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അതൊക്കെ, ആ തിന്മകളൊക്കെ മാറ്റി നന്മകളായി പരിവർത്തിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട്, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും പ്രയാസം അള്ളാഹു നീക്കിക്കൊടുക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ വേണ്ടപ്പെട്ടവർ, അവരുടെ എല്ലാവരുടെയും പരലോക ജീവിതം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ.
അള്ളാഹു നമ്മുടെ സഹോദരങ്ങൾ ഇപ്പോഴും ഫലസ്തീനിൽ മറ്റിടങ്ങളിലൊക്കെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അള്ളാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. അവർക്ക് ശാശ്വതമായ സമാധാനം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളിൽ, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ കച്ചവടത്തിന്, നമ്മുടെ സ്വത്തിലൊക്കെ അള്ളാഹു എല്ലാവിധ ഹൈറ് ബറക്കാത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിച്ച് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. إن الله يأمركم بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.